പണം ആകർഷിക്കാൻ ഒരു മെഡിറ്റേഷനോ കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നാമല്ലേ? പക്ഷേ അങ്ങനെയൊന്നുണ്ട്. ഇന്ന് നമ്മൾ അത്തരം ഒരു ഗൈഡഡ് മെഡിറ്റേഷന്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണോ ബാക്കി ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ? അതിന്റെ പിന്നിലെ പ്രധാന ഐഡിയ എന്താണ്? വാ, നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നോക്കൂ, ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നത് തന്നെ വളരെ ബോൾഡായിട്ടാണ്. പരിഭ്രമിക്കണ്ട, നിങ്ങൾ അതിസമ്പന്നനാകാൻ പോവുകയാണ് എന്നൊരു ഉറപ്പിലാണ് തുടക്കം. നമ്മുടെയൊക്കെ പണത്തെക്കുറിച്ചുള്ള ടെൻഷനില്ലേ, അതിനെ നേരിട്ട് പിടിച്ചുലയ്ക്കുന്ന ഒരു വാചകമാണിത്. ഇത് കേൾക്കുമ്പോഴേ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഈ പ്രോസസ്സിലൊന്ന് വിശ്വസിക്കാൻ തോന്നും, അല്ലേ? ശരി. അപ്പോൾ ഈ മെഡിറ്റേഷന്റെ ഓരോ സ്റ്റെപ്പിലേക്കും കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു അടിസ്ഥാന ആശയം നമ്മൾക്ക് പിടികിട്ടണം. കാരണം ബാക്കി പറയുന്നതെല്ലാം ഈ ഒരൊറ്റ ഐഡിയയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ ഐഡിയ ഇതാണ്: പണം ഒരു ഊർജ്ജമാണ്. ഈ മെഡിറ്റേഷന്റെ ശരിക്കുള്ളൊരു മാജിക് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിലുണ്ടാക്കുന്നൊരു മാറ്റമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ സാധാരണ പണത്തെ എങ്ങനെയാണ് കാണാറ്? ബാങ്ക് അക്കൗണ്ടിലെ കുറച്ച് നമ്പറുകൾ, അത്രയേ ഉള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. പണത്തെ സമൃദ്ധിയുടെ ഒരു അവസാനമില്ലാത്ത എനർജി ഫ്ലോ ആയിട്ട് കാണാനാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പണം ഒരു എനർജി ഫ്ലോ ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ പണത്തിന്റെ പുറകെ ഓടി നടക്കുന്നതിന് പകരം നമുക്ക് ചുറ്റും ഓൾറെഡി ഉള്ള ആ സമൃദ്ധിയുടെ എനർജിയുമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഫ്രീക്വൻസിയിലെത്തുമ്പോൾ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഇതിന്റെ തിയറി. ഈ ഒരു വിശ്വാസത്തിലാണ് ഈ മെഡിറ്റേഷൻ മുഴുവനും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം: തയ്യാറെടുപ്പ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഈ പറയുന്ന സമൃദ്ധിയുടെ എനർജിയുമായിട്ട് ഒന്ന് അലൈൻ ചെയ്യുക? അതിന് വളരെ ലളിതമായ ചില വഴികളുണ്ട്. തയ്യാറെടുപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. ഒന്നാമത്തത് നല്ല ആഴത്തിൽ ശ്വാസമെടുക്കുക. രണ്ടാമത് ശരീരത്തിലുള്ള എല്ലാ പിരിമുറുക്കങ്ങളും അങ്ങ് റിലീസ് ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ട് ചില കാര്യങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ശാന്തമായ, എല്ലാം സ്വീകരിക്കാൻ തയ്യാറായൊരവസ്ഥയിലേക്കെത്തും. ശരി, അപ്പം നമുക്ക് ആ സങ്കല്പത്തിലേക്ക് കടക്കാം. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ ചുറ്റിയൊരു സോഫ്റ്റായ ഗോൾഡൻ നിറത്തിലുള്ള വെളിച്ചം, നിങ്ങളെ മുഴുവനായി പൊതിയുന്ന നല്ലൊരു ചൂടും സുരക്ഷിതത്വവും തരുന്ന ഒരു പ്രകാശവലയം. പക്ഷേ ഈ ഗോൾഡൻ ലൈറ്റ് വെറുമൊരു വെളിച്ചം മാത്രമല്ല കേട്ടോ. ഈ മെഡിറ്റേഷനിൽ ഇത് തന്നെയാണ് ആ സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും എനർജി. അപ്പോൾ നിങ്ങൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത് ആ പവർഫുൾ എനർജിയെ തന്നെയാണ്. ഈ ഒരു സങ്കല്പത്തിലൂടെ നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ആകർഷണത്തിൻ്റെ ഒരു സ്റ്റേജ്. നിങ്ങൾ കാണുന്ന ആ പ്രകാശം ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് സമൃദ്ധിയെ നിങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിക്കും. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഈ മെഡിറ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാവുന്നൊരു സെക്ഷനിലേക്കാണ്. അതിനെ ഉത്തരവ് അഥവാ ഡിക്രി എന്ന് പറയും. ഈ ഒരു പ്രാക്ടീസിലെ ഏറ്റവും പവർഫുൾ ടൂൾ ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഉത്തരവ് അല്ലെങ്കിൽ ഡിക്രി? ഇത് നമ്മൾ സാധാരണ പറയുന്ന പോസിറ്റീവ് എഫർമേഷൻ പോലെയല്ല. ഇത് കുറച്ചുകൂടി സീരിയസ് ആണ്. ഇതൊരു കമാൻഡാണ്. പ്രപഞ്ചത്തോടുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം. സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളില്ലേ, അതിനെയൊക്കെ റീറൈറ്റ് ചെയ്ത് നമ്മുടെ റിയാലിറ്റി തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അതിലെ ആദ്യത്തെ ഉത്തരവ് ഇതാണ്. വളരെ സിമ്പിൾ, വളരെ ഡയറക്റ്റ്. ഞാൻ സമ്പന്നനാണ്. ഇത് പറയുമ്പോൾ ഒരു സംശയവും പാടില്ല. പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം പറയാൻ. രണ്ടാമത്തെ ഉത്തരവ് ഈ ഐഡിയയെ കുറച്ചുകൂടി വലുതാക്കുന്നു. ഞാൻ സമൃദ്ധനാണ് എന്നുവെച്ചാൽ വെറും പണം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഇതിൽ ഉൾപ്പെടും. ഇനി അവസാനത്തത് ഒരുപക്ഷെ ഏറ്റവും പവർഫുള്ളായ ഉത്തരവ്: ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഇതാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോൾ ഞാൻ സമ്പന്നനാണ്, ഞാൻ സമൃദ്ധനാണ്, ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഈ 3 പ്രഖ്യാപനങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആ സാമ്പത്തിക ബ്ലോക്കുകളെയെല്ലാം തകർക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ ഈ വിഷ്വലൈസേഷനും ഡിക്യുമൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് ഫലം? എന്താണിതിൻ്റെ ഔട്ട്കം? ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് ഒരു പുതിയ റിയാലിറ്റി തന്നെയാണ്. ആ ഒരു പുതിയ ലോകം എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. ഈ പുതിയ റിയാലിറ്റിയിൽ നിങ്ങൾ പണത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പണം നിങ്ങളിലേക്ക് വളരെ ഈസിയായിട്ട് ഒഴുകിയെത്തും. പുതിയ അവസരങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇല്ലായ്മയെക്കുറിച്ചുള്ള പേടിയോ കഷ്ടപ്പാടോ ഒന്നുമില്ലാതെ സമ്പത്തുമായിട്ട് പൂർണ്ണമായും സിങ്കായിട്ടുള്ളൊരു ലൈഫ്, അതാണിവിടെ പറയുന്നത്. ഈ പ്രാക്ടീസ് കൊണ്ടുവരുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഈ ഒരു വാചകത്തിൽ വളരെ കൃത്യമാണ്. സമ്പത്ത് ഇനി ഞാൻ തേടുന്നൊന്നല്ല, അതെന്നെ തേടി വരുന്നൊന്നാണ്. നോക്കൂ, നമ്മൾ സമ്പത്തിനെ ചേസ് ചെയ്യുന്നതിൽ നിന്ന് സമ്പത്ത് നമ്മളെ ചേസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്കുള്ള മാറ്റം, അതാണ് ലക്ഷ്യം.
ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നത് വളരെ സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ ഒരു വാചകം കൊണ്ടാണ്. അങ്ങനെ തന്നെയാകുന്നു. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം ഉറപ്പിച്ച് സീൽ ചെയ്യുന്നത് പോലെയാണ്. ഒരു ഫൈനൽ സ്റ്റാമ്പ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യത്തിന് അതിന് നമ്മുടെ റിയാലിറ്റിയെ മാറ്റാൻ എന്ത് ശക്തിയാണുള്ളത്? നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാൻ ശരിക്കും സാധിക്കുമോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ.